ന്റെ പ്രണയം അറിഞ്ഞപ്പോ ഉമ്മാന്റെ റിയാക്ഷൻ സത്യം മാത്രം പറയണം കളവേ. പിന്നെ എൻ്റെ മക്കളായിട്ട് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു, ഒരുപാട് പഠിച്ച് പായിപ്പിച്ച് രണ്ടാളെ. ഓളെ എന്താണെന്നൊന്നും ഉമ്മാക്ക് അറിയില്ല. അപ്പൊ ഫസ്റ്റ് തുടങ്ങാം നമുക്ക്. ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ വീഡിയോ. ഇന്നത്തെ വീഡിയോ ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഉമ്മച്ചിൻ്റെ ഒപ്പം ഒരു Q&A ചെയ്യുക. അതായത് നിങ്ങൾക്ക് ഉമ്മച്ചിനോട് ചോദിക്കാൻ എന്താണോ ഉള്ളത് അത് നിങ്ങൾ കമൻറ്റ് ഇട്ടോളി എന്ന് പറഞ്ഞിട്ട് ഞാൻ മിഞ്ഞാന്നൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. കുറേ ക്വസ്റ്റ്യൻസ് അതിൽ ഉമ്മച്ചിക്ക് ചോദ്യമായിട്ട് വന്നിട്ടുണ്ട്. ഉമ്മച്ചിക്ക് എന്താ ചോദിക്കാൻ പോകണമെന്നൊന്നും ഉമ്മച്ചിക്ക് ഒരു ഐഡിയ ഇല്ല. അപ്പോൾ ഞാൻ അടുക്കളയിൽ നിന്ന് കൊടുന്ന് ഇരുത്തിയതാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഈ ഫോണിൽ ഓരോന്ന് വായിച്ച് കേൾപ്പിക്കും. അതിൽ ഉമ്മച്ചിൻ്റെ ജെനുവിൻ ആയിട്ടുള്ള മറുപടിയാണ് നിങ്ങളിന്ന് കേൾക്കാൻ വേണ്ടിയിട്ട് പോണത്. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. ആദ്യം തന്നെ ഉമ്മച്ചിനെ പരിചയപ്പെടുത്തുക. കാരണം ഉമ്മച്ചി ഇതേവരെ എൻ്റെ വ്ളോഗിലും കാര്യങ്ങളിലൊന്നും വന്നിട്ടില്ല. വന്നാലും ഒരു ഇൻട്രോ പോലെ പറഞ്ഞിട്ടൊന്നുമില്ല. അപ്പം ഉമ്മച്ചിനെ പരിചയപ്പെടുത്താം. പറയേ എന്താ പറയണ്ടി പേര്. എൻ്റെ പേരും എൻ്റെ മക്കളെയൊക്കെ ഓൽക്ക് അറിയാലോ, ഓല് കാണണല്ലേ. നല്ലൊരു പേര് പറയാം. എൻ്റെ പേര് 2 പേരാണ്. ഒന്ന് മെഹ്റുബാന്ന് വിളിച്ചു, ഒന്ന് കൈറോന്ന് വിളിച്ചു. ഒറിജിനൽ പേരേതാ? ഒറിജിനൽ പേര് കൈറോണ്. അപ്പോൾ ഞാൻ ചോദ്യം ചോദിക്കാൻ പോവാണ്. എന്താണെന്നൊന്നും ഉമ്മക്ക് അറിയില്ല. അപ്പോൾ ഫസ്റ്റ് തുടങ്ങാം നമുക്ക്. ഇതൊക്കെ സബ്സ്ക്രൈബേഴ്സ് ചോദിച്ച ചോദ്യങ്ങളാണ്. നിങ്ങളെ ഫോട്ടോ കണ്ടപ്പോൾ നിങ്ങളോട് ചോദിച്ച ചോദ്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഉത്തരം പറയാൻ താല്പര്യമില്ലാത്ത ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് പറയണം, വേറെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറയണം. ഓക്കെ. ആദ്യം ചോദിച്ചത്, ഒരു മിനിറ്റ് നോക്കട്ടെ. ഉമ്മാൻ്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? എൻ്റെ വീട്ടിലാണ് മിനുമോൾ എന്ന് പറഞ്ഞ ഒരാളാണ് ചോദിച്ചിരിക്കണേ. ഉമ്മാൻ്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? എൻ്റെ വീട്ടിൽ ഞങ്ങൾ 12 മക്കളേനി. അതിലിപ്പോൾ ഒരാൾ മരിച്ചു പോയി. ഇനി ബാക്കിയുള്ള മക്കളുണ്ട്. അതിൽ എനിക്ക് 4 ജ്യേഷ്ഠത്തികളും 2 അനിയത്തികളും ഉണ്ട്. 4 ആങ്ങളാരുണ്ട്. അതിലൊരാങ്ങളെ പെട്ടെന്ന് തന്നെ മരിച്ചുപോയി. ഇനി പിന്നെ 4 ഏട്ടത്തികളും ഉണ്ട്, 2 അനുസത്തികളും ഉണ്ട്. പിന്നെ അപ്പോൾ മനസ്സിലായില്ലേ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, പാത്തുവിൻ്റെ പ്രണയം അറിഞ്ഞപ്പോൾ ഉമ്മാൻ്റെ റിയാക്ഷൻ. പാത്തുവിൻ്റെ പ്രണയം അറിഞ്ഞപ്പോൾ അടിച്ചു. പാത്തു കള്ളത്തിയാണ് ഇപ്പോൾ. ചെറുപ്പത്തിൽ പാത്തു അടിച്ച് പായിപ്പിച്ച് രണ്ടാളെ. ഓളെ ഞാൻ അടിച്ച് കോട്ടക്കുന്നുമൊന്ന് പായിപ്പിച്ച് നല്ലോണം തല്ലൊക്കെ കിട്ടി. പക്ഷേ എല്ലാവരും കൂടി അറിഞ്ഞ് പിന്നെ അതന്നെ മതിയെന്ന് വാശി പിടിച്ച കാരണം ഞാനതിന് സമ്മതിച്ച്. അതെ ഗൈസ്, അങ്ങനെയാണ് ആ ഒരു കഥ ഉണ്ടായിരുന്നത്. ഞാൻ പേര് വായിക്കണില്ല കേട്ടോ. അതും മിന്നുമോളിനാലൊക്കെ പറയും, ഇമ്മ അയച്ച് വിട്ടിക്കാണ്, എന്താ പെരയിൽ ഉമ്മാരില്ല, അങ്ങനെയൊക്കെ ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. ഇമ്മ അയച്ച് വിട്ടോന്നല്ല, പിന്നെ ഓളെ മര്യാദക്ക് തന്നെയാണ് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടതൊക്കെ. പക്ഷെ ഓല് പ്രണയിച്ചൊന്നും ഞാൻ ആദ്യം അറിയില്ല. പിന്നീട് ഞാൻ അറിഞ്ഞപ്പോൾ എൻ്റെക്കൊന്ന് നല്ലോണം കിട്ടിയിരിക്കണം. എല്ലാം ഇറച്ചി വേദനാക്കി. പിന്നെ അവൾക്ക് അടി കിട്ടിയിട്ട് അതൊരു പ്രശ്നമില്ലാത്ത രൂപത്തിൽ കൊളുത്തി. പിന്നെ ഓൽക്ക് പറ്റിയ ജീവിതമാണ്. ഓല് രണ്ടാളും സ്നേഹിച്ചാണെന്നുണ്ടെങ്കിൽ മരിച്ചോളം നല്ല മട്ടത്തിന് കഴിഞ്ഞോട്ടെ. ആദ്യം കുറച്ച് എതിർപ്പൊക്കെ 2 പേർക്കാർക്ക് അങ്ങോട്ടുണ്ടായി ഇങ്ങോട്ടൊക്കെ ഉണ്ടായി. പിന്നെ അത് കുഴപ്പമില്ലാതായി. ഇപ്പോൾ രണ്ടാളും കല്യാണം കഴിച്ച് മുട്ടായെടുക്കലൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഞാൻ അള്ളാൻ്റെ അടുത്ത്. അടുത്ത ക്വസ്റ്റ്യൻ, മക്കളുടെ ഏജ്. നിങ്ങൾക്ക് എത്ര മക്കളാണെന്നും മക്കളുടെ ഏജ്. ജോർജീന എന്ന് പറഞ്ഞൊരു പെണ്ണാ ചോദിച്ചിരിക്കണേ. എൻ്റെ മൂത്ത മോക്ക് 24 വയസ്സായി. എൻ്റെ കല്യാണം കഴിഞ്ഞ് 18ാമത്തെ വയസ്സിൽ എൻ്റെ കല്യാണം കഴിഞ്ഞ് ഫസ്റ്റ് ഉണ്ടായ കുട്ടിയാണ്. 24 വയസ്സായി. എൻ്റെ ദിൽറുബാസലി. എൻ്റെ 2ാമത്തെ മോക്ക് 19 വയസ്സ് കഴിഞ്ഞ് 20ാമത്തെ വയസ്സിക്ക് കടന്നു. അത് ദിൽ ബിന്ദി. പിന്നെ 2 ആൺകുട്ടികളാണ്. ഓന് ദിൽഷാൻ റോഷന് 17 വയസ്സ്, ഒന്ന് ദിൽഫാൻ ഷാ 9 വയസ്സ്. അങ്ങനെ 4 മക്കളാണ്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ ഭയങ്കര ഇതായിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഉമ്മാൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. ഉമ്മ ജീവിക്കണ എന്തിനാണ് ഉമ്മാൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ചോദിച്ചിട്ടുള്ളത്. അജിന മുനീർ എന്ന് പറഞ്ഞ ഒരു പെണ്ണാ ചോദിച്ചിരിക്കണേ. എനിക്ക് ദുനിയാവിൽ ഒരുപാട് ആഗ്രഹങ്ങളൊന്നുമില്ല. എൻ്റെ മക്കളായിട്ട് ഞാൻ ഒരുപാട് കഷ്ടപ്പാട് എന്ന് പറഞ്ഞാൽ ഞാൻ കഷ്ടപ്പെട്ട അത്ര ഒരു പെണ്ണുങ്ങളും കഷ്ടപ്പെട്ടിട്ടുണ്ട് അവരുടെ ജീവിതത്തിൽ. അപ്പോൾ ഞാൻ 25 കൊല്ലമായിട്ട് കോട്ടേഴ്സിലുമാണ്. നല്ല കഷ്ടപ്പാട് എല്ലാം കൊണ്ടും. അതിപ്പോൾ ഞാൻ ഉള്ളു തുറന്നത് സോഷ്യൽ മീഡിയയിൽ എനിക്ക് പറയാൻ പറ്റാത്ത ഒരുപാട് ദുഃഖങ്ങൾ എൻ്റെ മനസ്സിലുണ്ട്. ഒരുപാട് ഞാൻ കഷ്ടപ്പെട്ടു. ഇപ്പോഴും ഞാൻ കഷ്ടപ്പാട് തന്നെയാണ്.
അപ്പോൾ ഓൾക്ക് ഇങ്ങനെ ഒരു അവസരം പഠിച്ചോൻ കൊടുത്തപ്പോൾ ഓളോട് ഞാൻ പറഞ്ഞത് നല്ലോണം പഠിച്ചിട്ട് പരീക്ഷയിൽ ജയിക്കാനാണ്. അതിൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ്. പിന്നെ എൻ്റെ മക്കളായിട്ട് ഈ വാടകപ്പരിന്നൊന്നും ഒഴിഞ്ഞിട്ട് ഒരു വീട്ടിലേക്ക് ആയി കിട്ടണം എന്ന് നല്ലൊരു ആഗ്രഹമുണ്ട്. സ്വന്തമായിട്ടൊരു വീട്. ആ രണ്ടാഗ്രഹം നല്ലപോലെ ഉണ്ട്. ഇവലൊക്കെ നയിച്ചിട്ട് വേണം എനിക്ക് പെരയിൽ വെറുതെ കുത്തിറക്കാൻ. ആ ഒരു മോഹം നല്ലോണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ ഇസ്മായിൽ എന്ന് പറഞ്ഞ ഒരാളാണ് ചോദിച്ചിരിക്കുന്നത്, ഉമ്മാക്ക് ആരെയാണ് കൂടുതൽ ഇഷ്ടം? അങ്ങനെ പറഞ്ഞാൽ എനിക്ക് 6 മക്കളാണ്. ഒരാൾക്ക് നിക്കാഹ് കഴിഞ്ഞിട്ടില്ല എങ്കിലും കൂടിയിട്ട് എനിക്ക് 6 മക്കളാണ്. എനിക്ക് 4 മക്കളും എനിക്ക് വന്ന 2 മക്കളുമാണ്. ആ 6 മക്കളും എനിക്ക് ഒരേപോലെയാണ്. എൻ്റെ മരക്കളെന്നില്ല, എനിക്ക് എൻ്റെ 2 പെൺകുട്ടികളെ പറഞ്ഞിട്ടതായാലും നിക്കാഹ് കഴിച്ച് കൊണ്ടുപോയതായാലും എൻ്റെ മരക്കൾ എൻ്റെ മക്കളാണ്. അതേപോലെയാണ് ഞാൻ ഓലെ നോക്കി കൊണ്ടുവരുന്നതും. ഞങ്ങൾ മരക്കളാണ് അമ്മായിമ്മേണെന്നുള്ളത് എനിക്കില്ല, എൻ്റെ മക്കളാണ് 6 മക്കൾ. അടുത്ത ക്വസ്റ്റ്യൻ, ഉമ്മാൻ്റെ വയസ്സ് പറയോ? എൻ്റെ വയസ്സ് 43 വയസ്സായിരുന്നു. അതെ ഗൈസ്, പക്ഷേ കണ്ട പറയൂല കേട്ടോ. 43, 42 വയസ്സായിട്ടാവും. ഉമ്മ പറയുന്നത് ഏറ്റവും കൂടുതൽ കേൾക്കുന്നതും ചെയ്യുന്നതും ദിലു ആണോ പാത്തു ആണോ? അങ്ങനെ ചോദിച്ചാൽ സത്യം മാത്രം പറയണം കളവേ. പിന്നെ പറഞ്ഞത് കേക്കല് എന്താ പറയാ, ആദ്യമൊക്കെ ഇവളൈനി ദിലു ഓൻ്റെ സ്നേഹം ഉള്ളിലാണ്. ഓക്ക് സ്നേഹം ഇല്ലായിട്ടല്ല, ഓൾദിനക്കായും കൂടുതൽ പക്വതയിൽ വർത്താനം പറയൽ ഇവളാണ്, പാത്തുവാണ്. എൻ്റെ മറ്റോള് എന്ന് പറഞ്ഞാൽ ഇവളത്ര അന്നൊന്നും എൻ്റെ കുട്ടി ജനിച്ചു വളർന്നൊന്നും ഒരു ഫോൺ കൈകാര്യം ചെയ്യാനോ അല്ലെങ്കിൽ പുറത്തേക്ക് പോയിട്ടുള്ളതോ ഒരു യൂട്യൂബിലൊന്നും എൻ്റെ മോളില്ലേനി. അതിൻ്റെതായിട്ടുള്ള പക്വതക്കുറവ് എൻ്റെ കുട്ടിക്കുണ്ട്. എന്നാലും ഇപ്പോൾ ഇൻഷാ അല്ലാഹ് ഓൾ ഉസാറായിക്കണ്, ആദ്യത്തെ മാതിരിയൊന്നുമല്ല. പക്ഷെ ഇവളത്ര എന്താ പറയുക ഒരു ഇതില്ല. അതായത് ഞാൻ പറഞ്ഞുതരാം, ഞാൻ കുറച്ച് എന്താ പറയാ, കുറച്ച് ഇവള് പൊട്ടിത്തെറിച്ചിട്ടാണ്. അതേപോലെ കുറച്ച് ഒതുങ്ങിയ ടൈപ്പാണ്. എൻ്റെ ഒരു വ്യത്യാസം ഇവള് കുറച്ച് വിവരം കൂടി വെക്കുക. അപ്പോൾ പിന്നെ ഇപ്പം ഇന്നത്തെ കാലത്ത് 100 ആൾക്കാരുണ്ടെങ്കിൽ 99 ആൾക്കാർ സ്നേഹിച്ചിട്ടുള്ള പോലെ തന്നെയല്ലേ. അതിനിപ്പോൾ എനിക്ക് കുറ്റപ്പെടുത്താൻ പറ്റൂല. ഓളും ഒക്കെ ഇഷ്ടപ്പെട്ട ഒരാളെ തിരഞ്ഞെടുത്ത് അത്ര തന്നെ. ഇൻഷാ അല്ലാഹ് എനിക്കും അവനോടൊരു വെറുപ്പില്ല. രണ്ടാളും മരിച്ചോളം നല്ല മട്ടത്തിൽ ജീവിച്ചാൽ മതി, അത്രേ ഉള്ളൂ. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ, വീഡിയോസിൽ എപ്പോഴും ചിരിക്കൂലല്ലോ, എപ്പോഴും ഗൗരവത്തിലാണല്ലോ? അതെ, ഞാൻ സത്യം പറയട്ടെ, എനിക്ക് പിന്നെ അറിയണവർക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ ചിരിക്കാത്തത് എന്താ വെച്ചാൽ ഞാൻ 150 പ്രശ്നങ്ങളുള്ളൊരു മനുഷ്യനാണ്. ടെൻഷനുകൾ മാത്രം, എല്ലാ ഭാരാബ്ദും എൻ്റെ തലയിലാണ്. ഒരു മോളെ ഞാൻ കല്യാണം കഴിച്ചു, ഇനി 2ാമത്തെ മോള് ഇതാ. ഇവളത് ഇനിയിപ്പോൾ എന്നാണെന്ന് അറിയില്ല, ഓള് പഠിച്ചിട്ട് ജോലി കിട്ടട്ടെ എന്നൊക്കെയാണ് പറഞ്ഞ്. ആ ടെൻഷനുണ്ട്, മക്കൾക്ക് പെരയില്ലാത്ത ടെൻഷനുണ്ട്, എല്ലാ ടെൻഷനും കൂടി ഉള്ള ഒരാളാണ്. ഒന്നത്. 2ാമത്തത് എൻ്റെ ഈ ഭാഗത്തുള്ളൊരു പല്ലിന് കേടായിട്ട് ആ പല്ല് പോയിക്കണ്. അപ്പം ഞാൻ ചിരിക്കുമ്പോൾ എൻ്റെ പല്ല് കാണണ്ട വിചാരിച്ചിട്ട്, അല്ലാതെ ഞാൻ അങ്ങനെ ആരോടും ദേഷ്യം ഏറി ഇതൊന്നും ഉള്ള ഒരാളല്ല. എല്ലാവരും വേണം, എല്ലാവരും ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഗൈസ് ഉമ്മ ചിരിക്കാത്ത, അല്ലാതെ അമ്മക്ക് ഗൗരവവും കാര്യങ്ങളൊന്നുമില്ല. അടുത്ത ക്വസ്റ്റ്യങ്ങൾ സത്യം പറയാൻ പാടുള്ളൂ. പാത്തു പാത്തു ആണോ ദിലു ആണോ കൂടുതൽ പണി കൊടുക്കാറ് ഉമ്മ? പാത്തു കള്ളത്തിയാണ്. ഇപ്പോൾ ചെറുപ്പത്തിൽ പാത്തു നല്ലോണം പണിയെടുത്തിന്. എൻ്റെ മോള് കല്യാണം കഴിച്ച് കൊണ്ടോണീൻ്റെ മുന്നേ ഒരു 2 കൂടെയാണ് പണിയെടുത്തിൻ്റെത്. ഇപ്പോൾ ഇവള് വന്നാൽ ഇവളും ചെയ്യും. പക്ഷേ എനിക്കിപ്പോൾ വയ്യാതായിട്ടൊക്കെ 10-15 ദിവസം എൻ്റെ മൂത്ത മോളേനി എൻ്റെ ഒപ്പം ഉണ്ടായിൻ്റെത്. കാരണം ഞാൻ ഹോസ്റ്റലിലായിരുന്നു. അപ്പം എനിക്ക് മൂത്ത മോളും ഉണ്ടായിനി, എൻ്റെ മോനും ഉണ്ടായിനി. ഓലേനി എന്നെ നോക്കിൻ്റെത്. എത്രാമത്തെ വയസ്സിലായിരുന്നു ഉമ്മയുടെ കല്യാണം? എൻ്റെ കല്യാണം 18 വയസ്സ് കഴിഞ്ഞപ്പോൾ കഴിഞ്ഞാണ് കല്യാണം. അന്നൊക്കെ 14 വയസ്സ്, 15 വയസ്സ്, 16 വയസ്സിലൊക്കെ 18 വയസ്സ് കല്യാണം കഴിഞ്ഞിട്ട് ഇതിലുണ്ടായത് ആ ചെന്ന തന്നെ കണക്ക്. ഇനി അടുത്തത്, ഉമ്മയും ഉപ്പയും തമ്മിലുള്ള വയസ്സിന്റെ വ്യത്യാസം, ഏജ് ഡിഫറൻസ്. 10-15 വയസ്സിന് വ്യത്യാസമുണ്ട്. അന്നൊന്നും അന്തല്ലല്ലോ. ഇന്നത്തെ പെൺകുട്ടികളെ കാണാൻ വന്നിക്കാന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ആ പുതിയാപ്പിളനെ പറ്റൂല എന്ന് പറയും. പക്ഷേ അന്ന് എൻ്റെ വീട്ടുകാർ ഒരുപാട് എതിർത്തിക്കണ്. ആർക്കും ഇഷ്ടമില്ല. ഞാൻ ഇപ്പം നിങ്ങളോട് നോണ പറയേണ്ട ആവശ്യമില്ലല്ലോ, ആർക്കും ഇഷ്ടമില്ല. അപ്പോൾ ചോദിച്ചു നിങ്ങൾ പ്രേമിച്ചതാണോ എന്ന്? പ്രേമിച്ചതൊന്നുമല്ല, അതങ്ങനെ വന്നൊരു കല്യാണമാണ്. ആ സമയത്ത് കല്യാണം ഒഴിവാക്കിയതിന് നിശ്ചയിച്ച ഡേറ്റ് മാറ്റി. പിന്നെയും അന്ന് ബുദ്ധിയില്ല. മൂപ്പര് വന്ന് കണ്ട് ഒരു മുട്ടായി നിന്നപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട്. അന്നത്തെ കാലത്ത് അതുള്ളൂ, അന്ന് അന്തല്ലാതെ കഴിഞ്ഞു.
ഉപ്പ വേറെ കല്യാണം കഴിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് ഉപ്പയും ഉമ്മയും ഒരുമിച്ച് താമസിക്കാത്തത്? അതിപ്പോൾ ഞങ്ങളോട് പറയണമെന്നുണ്ടെങ്കിൽ എൻ്റെ മക്കളോടൊക്കെ മറ്റോരോടും നിങ്ങളിങ്ങനെ വീഡിയോയിൽ ചോദിക്കുന്നുണ്ട് പറഞ്ഞാൽ അത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഒരുപാട് പ്രശ്നം ഞാൻ എന്നും ഇപ്പോൾ നിങ്ങളോട് നോണ അറിയാൻ പറ്റില്ലല്ലോ. അപ്പം നിങ്ങൾ വിചാരിച്ചു ഉമ്മാൻ്റെ കുരുത്തക്കട കൊണ്ടാണ്, അല്ല ഉമ്മാൻ്റെ മോശം കൊണ്ടാണ്, അങ്ങനെയൊന്നുമല്ല. ഞാൻ കുരുത്തക്കേട് കാട്ടിയാലും മോശപ്പെട്ടിക്കണേ അതിന് ഒരൊറ്റ കാരണം എൻ്റെ മാപ്പിളയാണ്. അത് ഞാൻ തുറന്ന് പറയും. കാരണം ഡൈവേഴ്സ് ആയിട്ടില്ല, എന്നാലോ എപ്പോഴെങ്കിലുമൊക്കെ കുട്ടികളെ കാണാൻ വരലുണ്ട്. ഞങ്ങൾ മുണ്ടലില്ല ഇരിക്കലില്ല എന്ന് പറഞ്ഞാൽ അത് അങ്ങനൊരു ടൈപ്പാണ്. അങ്ങനെയാണ്. അതിപ്പോൾ ഞാൻ കൂടുതലും നിങ്ങൾക്ക് പറയണ്ടല്ലോ, കുറേ പേഴ്സണൽ ഇഷ്യൂസ് ഉണ്ട് ഗൈസ്. അത് നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇടാൻ ഞാൻ പറഞ്ഞത് ഒരുപാട് പറയാൻ പറ്റാത്ത മനസ്സ് സങ്കടങ്ങൾ ഒരുപാടുണ്ട്. ഒരുപാട് വെച്ചാൽ ഒരുപാട് നിങ്ങൾക്ക് ആർക്കും അറിയില്ല എൻ്റെ വിഷമങ്ങൾ. ഒരുപാട് വിഷമമുണ്ട്. കുറേ പേര് കോമൺ ആയിട്ട് ആ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കണം, ഇപ്പം ഈ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നുള്ളത്. അത് നമ്മളെ ഫാമിലി മാറ്റേഴ്സാണ്, അങ്ങനെ ഒതുക്കാനാണ് ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ്. പിന്നെ ഇപ്പം വിട്ട് നിൽക്കണ അതിൻ്റെതായ കാരണങ്ങൾ ഉള്ളതുകൊണ്ടാണ്, അല്ലാത്ത വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ഇപ്പം എന്ത് ചെയ്യുന്നു, ഉമ്മാനെ കണ്ടാൽ അത് ക്വസ്റ്റ്യൻ അല്ല, അതൊരു കോംപ്ലിമെൻ്റ്, ഒരു അഭിപ്രായം പറഞ്ഞാണ് ഒരു കുട്ടി. ഉമ്മാനെ കണ്ടാൽ ഉമ്മയാണെന്ന് തോന്നൂല, താത്താൻ്റെ പോലെ ഉണ്ടെന്ന്. അതിന് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? താത്താൻ്റെ പോലെ പറഞ്ഞാൽ അതായത് ഇന്ത്യ ദിലുവിൻ്റെ താത്താൻ്റെ മാതിരി തോന്നുള്ളൂ, ഉമ്മാൻ്റെ മാതിരി. അങ്ങനെ ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്. ഞങ്ങൾ മൂന്നാളും പാടൊക്കെ പോകുമ്പോൾ ഓലോട് തന്നെ ചോദിച്ചിട്ടുണ്ട്, ഇത് താത്തേണോ എന്ന്. അങ്ങനെ ചോദിച്ചാലുണ്ട്. അതിനിപ്പോൾ എന്താ നമ്മൾ കാട്ടണം? ചൊറുക്ക് അത്യാവശ്യം കാണാൻ ചൊറുക്കുണ്ടേനി. ഇതൊന്നല്ലേ ഇനി നിറ, ഇതിനെക്കാട്ടി നിറവും ചൊറുക്കൊക്കെ ഉള്ള മനുഷ്യനെ തന്നെ. ഇനി കല്യാണം കഴിഞ്ഞതോട് കൂടിയിട്ട് എല്ലാതും പോയി. എല്ലാ ഭാരാബ്ദങ്ങളും എൻ്റെ തലയിലും, എല്ലാ വിഷമങ്ങളും എനിക്കാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിൽ ഒരു പെണ്ണിനും ഇങ്ങനത്തെ ഒരു ഇടങ്ങേറ് കൊടുക്കാതിരിക്കട്ടെ. നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുക. നിങ്ങളൊക്കെ പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും കാലിനോട് അള്ളാഹിനോട് പ്രാർത്ഥിക്കുക. പിന്നെ പാത്തുവിൻ്റെ കല്യാണം എന്നാണ്? വീട് പണി കഴിഞ്ഞത് എവിടെയാണ്? പിന്നെന്താ, എവിടെയാണ് ഞാൻ പഠിക്കണത്? ഓള് പഠിക്കണത് കോഴിക്കോട് സ്കൈഫോർഡിലാണ്. ഞാൻ പൈസ കൊടുത്തിട്ടൊന്നും പഠിപ്പിക്കല്ല കേട്ടോ. ഓക്ക് ഇങ്ങനെ കണ്ട് പിന്നെ യൂട്യൂബിലുള്ള കാരണം ഓല് വിളിച്ച് അങ്ങനെ പറഞ്ഞയച്ചതാണ്. കോഴിക്കോട് സ്കൈഫോർഡിലാണ്. അവിടെ തന്നെയാണ് ഹോസ്റ്റലും, അവിടെ തന്നെയാണ് കല്യാണം. എവിടെയാണ് കല്യാണം? ഇൻഷാ അല്ലാഹ് ഓള് പറയണത്, എൻ്റെ ഒരു ആഗ്രഹം കല്യാണം കഴിഞ്ഞാൽ പിന്നെ എന്തായാലും പഠിക്കാനുണ്ടാവില്ല. അപ്പോൾ പഠിപ്പ് കഴിഞ്ഞ് ജോലിക്ക് കയറിക്കാന്നുണ്ടെങ്കിൽ നമുക്ക് കല്യാണം കഴിച്ചു കൊടുക്കാം. ലൈറ്റൊക്കെ വേണം. പുതിയ വീടിൻ്റെ സ്ഥലം എവിടെയാണ്? പുതിയ വീടിൻ്റെ സ്ഥലം 27 ഞാൻ സ്ഥലം എടുത്തിട്ടുണ്ടത്. അവിടെ ഒരു 7 സെൻറ്റ് സ്ഥലം ഞാൻ വാങ്ങിയതാണ്. അപ്പോൾ അവിടെ തറപ്പണി കഴിഞ്ഞ് മണ്ണിട്ട് കണ്ട് അവിടെ വെച്ചിരുന്നു. ബാക്കി കാര്യങ്ങളൊക്കെ അള്ളാൻ്റെ അടുത്ത് നിങ്ങളെല്ലാവരും ദുആ ചെയ്യും. എൻ്റെ മക്കളായിട്ട് ഈ കോട്ടേഴ്സിൽ നിന്ന് പോകാൻ വാടക കൊടുത്ത് മടുത്തുകണ് എനിക്ക്. ക്വസ്റ്റ്യൻസ് ഒക്കെ കഴിഞ്ഞു. ഇനി ഒരൊറ്റ ക്വസ്റ്റ്യനെ ലാസ്റ്റ് ആയിട്ടുള്ളൂ. ഉമ്മാക്ക് അളിയനെ പറ്റിയുള്ള അഭിപ്രായം, അതായത് മൂത്ത മരുമകനെ പറ്റിയുള്ള അഭിപ്രായം. അതെന്തോ ഒരു മൗല അങ്ങനെ എന്തോ ഒരു പേരുള്ള ഒരു പെണ്ണാണ് ചോദിച്ചിരിക്കുന്നത്. പേര് ശരിക്കും വായിക്കാൻ കിട്ടണില്ല. അപ്പം അതാണ്. നിങ്ങൾക്ക് എന്താ പറയുള്ളത് നമ്മളെ ബാബുവിനെ പറ്റി? മൂത്ത മരുവനെ വെച്ചാൽ ഒരു അഭിപ്രായക്കുറവില്ല. എൻ്റെ മൂത്ത മരുവനല്ല, എൻ്റെ മൂത്ത മോനാണ്. എൻ്റെ മരുവനല്ല, അത് എൻ്റെ മോനാണ്, എൻ്റെ സ്വന്തം മോനാണ്. എൻ്റെ മക്കളെ എങ്ങനെ നോക്കണം അതിനേക്കാളും കൂടുതൽ ഞാൻ അവനെ നോക്കും. കാരണം അങ്ങനെ എനിക്ക് അസുഖങ്ങളും പ്രശ്നങ്ങളൊക്കെ ആയിട്ട് എൻ്റെ മക്കളെന്നെ ഉള്ളൂ എന്നെ നോക്കാൻ. നല്ല കുട്ടിയാണ്. എല്ലാവരുമാരും ഒരു കള്ളും കഞ്ചാവോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ അവൻ കുറച്ച് തടി ഓവറുണ്ട്. അത് കല്യാണം കഴിച്ചു കൊടുത്തപ്പോൾ അത്ര തടില്ലേനി അവന്. കല്യാണം കഴിച്ചണമെന്ന് തടില്ലേനി. പിന്നെ അങ്ങോട്ട് കൂടിയതാണ്. പിന്നെ മരുന്നൊക്കെ കുടിക്കുന്നുണ്ട് ചെറുതായിട്ട്. അപ്പം അതിൻ്റെ ഒക്കെ ഇതാണ്. അത് ഇൻഷാ അല്ലാഹ് ഡയറ്റൊക്കെ എടുക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് കുറേ ചൊറുക്കുണ്ടായിട്ട് തടി ഉണ്ടായിട്ട് അതിലൊന്നല്ലല്ലോ കാര്യം. നമുക്ക് മനുഷ്യന്മാരോട് പെരുമാറാനും നമ്മളെ കുടുംബത്തിനനുസരിച്ചൊരു കുട്ടി ഓനാണ്. വേറെ ഒന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. സ്വത്തും മുതലൊന്നും ചിന്തിച്ചിട്ടില്ല. ഓല് നല്ല ഹാപ്പി ആയിട്ട് കഴിയേണ്ട ഓല് രണ്ടാളും. എനിക്കത് മതി, വേറെ ഒന്നും വേണ്ട. പിന്നെ കുറേ പേര് നെഗറ്റീവ് അടിക്കുന്നുണ്ട്. താത്താനെയും അളിയനും താത്താനെ ഇഷ്ടമില്ലാതെ കെട്ടിച്ചു കൊടുത്തതാണോ അല്ലെങ്കിൽ അതിൽ കുടുക്കിപ്പിച്ചതാണോ എന്നൊക്കെ. അങ്ങനെയൊന്നും അല്ല ഗൈസ്. ഞങ്ങളെ ഫാമിലി ഭയങ്കര ഹാപ്പി ആയിട്ടാണ് പോകണല്ലോ. അതിപ്പോൾ എങ്ങനെ ഓക്ക് ഇഷ്ടമില്ലാതെ എങ്ങനെ ഞാൻ അതിൽ കുടുക്കിപ്പിച്ചു കൊടുക്കുക? അതൊക്കെ വെറുതെ നിങ്ങൾ തോന്നുകയാണ്, നിങ്ങൾക്ക് തോന്നുകയാണ്. അങ്ങനെയൊന്നുമല്ല. ഓക്ക് പരിപൂർണ ഇഷ്ടത്തോട് കൂടിയിട്ട് കഴിച്ച കല്യാണമാണ്. സ്നേഹിച്ചതും പ്രേമിച്ചതൊന്നുമല്ല. ഓക്ക് പരിപൂർണ്ണ ഇഷ്ടപ്പെട്ട് വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് ചോദിച്ച് ഞാൻ കെട്ടിച്ചു കൊടുത്ത്. ഇപ്പം ഹാപ്പിയാണ്. ഇപ്പോൾ ഓൾക്കൊരു പ്രശ്നമില്ല. ഓല് ഹാപ്പിയാണ്. പിന്നെ വലിയ പേരെയും കൂടി അത് ഇൻഷാ അല്ലാഹ് പടച്ചോൻ എല്ലാവർക്കും ഒരേ മാതിരിയല്ലല്ലേ എന്നും റബ്ബിൻ്റെ ഓരോരോ ഇതുണ്ടാവൂലേ.
നമുക്ക് പെരയും കൂടിയല്ലേ കാണാൻ ചുരുക്കമല്ല. നമ്മളെ കുടുംബത്തിക്ക് ഒരു കുട്ടികൾ ഇനിയിപ്പോൾ 150 പവനെയും 200 പവനൊക്കെ കൊടുത്ത് കെട്ടിച്ച് നല്ല ചുരുക്കുള്ള ചെക്കനെ കൊണ്ട് ഒരു തടിയൊന്നും പ്രശ്നം. ആ ഓലെ കുടുംബത്തിൽ പെൺകുട്ടിയൊക്കെ എത്രയോ പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്ത് പോണ്. ഓൾക്ക് പ്രശ്നങ്ങളില്ലേ. എൻ്റെ മോക്ക് ഓളെ പെരയിൽ ഒരു പ്രശ്നവും ഒരു ബുദ്ധിമുട്ടുമില്ല. പിന്നെ നിങ്ങൾ കുറേ പേര് ചോദിക്കണതാണ് ഞാനും താത്തി യൂട്യൂബ് ചെയ്യണോണ്ടും വീഡിയോസ് ചെയ്യണേലും ഉമ്മാക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോയെന്ന്. അതിന് ഉമ്മാക്ക് എന്താ പറയാനുള്ളത്? ലാസ്റ്റത്തെ ചോദ്യമാണ്. എങ്ങനെ? ഞാനും ദിലും യൂട്യൂബിൽ വീഡിയോസ് ചെയ്യണേന് ഉമ്മാക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോയെന്ന്, കുടുംബക്കാർക്ക് പ്രശ്നം ഉണ്ടോന്ന്. അതിപ്പോൾ എനിക്ക് പ്രശ്നമില്ല. വീഡിയോ ചെയ്തോട്ടെ. ഞാൻ ഓലോട് പറഞ്ഞു ഓല ഔറത്ത് മറച്ചിട്ട് വേണം വീഡിയോ ചെയ്യാനും വീഡിയോ എടുക്കാനും എന്നൊക്കെ. അപ്പോൾ അവിടെ പഠിച്ചിനോടത്ത് മൊക്കനെ കുത്താൻ നമുക്ക് മൈഗ്രൈൻ്റെ പ്രശ്നം ഉണ്ടായതുകൊണ്ട് മൊക്കനെ കുത്താത്തതാണ്. എന്നോട് വീഡിയോ ഓല അരിക്കുള്ളതല്ലേ, നമ്മളെ മാതിരി ഓല ആവണ്ടല്ലോ. ഓലെങ്കിലും നല്ല മട്ടത്തിന് ജീവിച്ച് ഓല ജീവിതം ഓല നോക്കിക്കോട്ടെ. വീഡിയോ ഇടണമെന്നോ എനിക്ക് പ്രശ്നം. അപ്പോൾ ഗായ്സ് ഉമ്മാൻ്റെ സെക്ഷൻ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഉമ്മാനെ കിച്ചണിക്ക് പറഞ്ഞേക്കട്ടെ, ബാക്കി കാര്യങ്ങൾ ഞാൻ പറയാം. ആരും നിങ്ങൾ ചെയ്യാൻ എനിക്കൊരു പേരാകാനും എൻ്റെ മോള് പഠിച്ച് ജയിച്ചാനും ഇൻഷാ അല്ലാ. അപ്പോൾ ബായ്. ഇന്നപ്പോൾ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസറൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അടുക്കളയിൽ പണിയിലേനി. അപ്പോൾ ഇതൊക്കെ തന്നെ ഉള്ളു പറയാൻ. ഇനിയിപ്പോൾ Q&A ഞാൻ അടുത്തതായിട്ട് ചെയ്യാം. അമ്മാനായിട്ട് കുറേ ആയി ഞാൻ വിചാരിക്കുന്ന ഒരു Q&A ചെയ്യണം എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. ദയവ് ചെയ്തിട്ട് ഇനി കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ഓരോന്ന് പറയാതെ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. ഇനി എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോൻ്റെ അടിയിൽ കമൻറ്റ്. ചേട്ടാ.